നമസ്കാരം. അതിജീവിതയായ നടി വളരെ ഞെട്ടിക്കുന്ന, വളരെ ഹൃദയഭേദകമായ ഒരു കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഹൃദയമുള്ള മനുഷ്യനും കരഞ്ഞു പോകും. കോടതിയിൽ കേസ് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഭീകരമായ മാനസിക വ്യതയുടെ പക്ഷപാതത്തിൻ്റെ കഥയാണ് അവർ പറയുന്നത്. കോടതിയിൽ നീതി കിട്ടിയിട്ടില്ല, പ്രതികൾക്കാണ് നീതി കിട്ടിയത് എന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് ജുഡീഷ്യറിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. നമ്മൾക്ക് ആകപ്പാടെയുള്ള വിശ്വാസം ജുഡീഷ്യറിയിലാണ്. ഇതോടൊപ്പം തന്നെ അതിജീവിതയുടെ ആ നടിയുടെ ഭീകരമായി കൂട്ടബലാത്സംഗത്തിനിരയായ ആ നടിയുടെ കൂടെ നിന്ന മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ എക്കാര്യത്തിൽ നീതി പൂർണ്ണമായി എന്ന് പറയാൻ ആവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇവിടെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവർ ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. അത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ട്രോങ് ആയി മഞ്ജു വാര്യർ ഇട്ട പോസ്റ്റാണ്. ഇവിടെ ഈ സംഭവം ഉണ്ടായ ശേഷം, ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായി വാർത്തകൾ പുറത്തു വരികയും അതിനുശേഷം എറണാകുളം ത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് അതിജീവിതയ്ക്ക് വേണ്ടി ഉള്ള ഒരു പോരാട്ടം എല്ലാവരും കൂടെ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മഞ്ജു വാര്യരാണ് ആദ്യമായി ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ വളരെ ഈ മഞ്ജു വാര്യർക്ക് പിന്നിൽ നിന്നുകൊണ്ട് ശ്രീകുമാരമേനോനാണ് മഞ്ജു വാര്യരോട് ഇങ്ങനെ പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. ദിലീപുമായിട്ടുള്ള വൈരാഗ്യം മൂപ്പിച്ച് മഞ്ജു വാര്യരെ കൊണ്ട് പറയിപ്പിച്ചത് ശ്രീകുമാരമേനോനാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ പറയുന്ന വിവരങ്ങൾ അടിസ്ഥാനമായി പല ആളുകളും ഇത് കേട്ടതായും പറയുന്നുണ്ട്. ശ്രീകുമാരമേനോൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുമായി പിണറായി വിജയനുമായി ഞാൻ അടുത്ത ബന്ധമാണ്, അതുകൊണ്ട് തന്നെ ദിലീപിനെ അകത്താക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന കാര്യം. അങ്ങനെ ശ്രീകുമാരമേനോൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ചാടി പുറപ്പെട്ട ഈ പറയുന്ന മഞ്ജു വാര്യർ അവസാനം അത് പൂർണ്ണമായും പൊളിഞ്ഞു എന്നുള്ളതാണ് വിധി വന്നപ്പോൾ മനസ്സിലാകുന്നത്. ദിലീപിനെ കൂട്ടിയോജിപ്പിക്കുന്ന യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രതി ദിലീപ് അല്ല എന്നുള്ള ചില വിവരങ്ങളും കൂടി വരുന്നുണ്ട്. ഒരു പ്രശസ്തനായ സംവിധായകൻ്റെ മകനാണ് യഥാർത്ഥത്തിൽ പ്രതി. അവരുടെ പ്രശസ്തനായ സംവിധായകനും നടനുമായ ആ വ്യക്തിയുടെ ഭാര്യയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദിലീപ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തെളിയിക്കപ്പെട്ട ഒരു വസ്തുത പുറത്തു വന്നിട്ടില്ല. കാരണം കോടതിയിൽ വാദം നടന്നപ്പോൾ അതിലുണ്ടായിട്ടുള്ള തെളിവുകൾ നോക്കുമ്പോൾ ദിലീപിനെ കൂട്ടിയോജിപ്പിക്കാവുന്ന വസ്തുതകൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ദിലീപിന് മഞ്ജു വാര്യരെയോ അല്ലെങ്കിൽ ഈ മഞ്ജു വാര്യരെ ഉപദ്രവിക്കുന്നതിനോ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതിനോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പ്ലാൻ ചെയ്തത് വേറെ ആളുകളാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പല കഥകൾ പുറത്തു വരുന്നുണ്ട്. തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ശ്രീകുമാരമേനോൻ മഞ്ജു വാര്യരെ വെച്ച് കളിച്ചു എന്ന് പറയുന്ന കാര്യം ശരിയാണ്. അവസാനം മഞ്ജു വാര്യരും ശ്രീകുമാരമേനോനും വളരെ കല്യാണം കഴിക്കാന്നുള്ള ലെവലിലൊക്കെ പോവുകയായിരുന്നു. ഈ ദിലീപിൻ്റെ അടുത്തു നിന്നും ചാടിച്ച് ശ്രീകുമാരമേനോൻ മഞ്ജു വാര്യരെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. അതനുസരിച്ചിട്ട് ചില സിനിമകൾ നിർമ്മിച്ചിരുന്നു. മുമ്പ് പരസ്യ ചിത്രങ്ങളിൽ വീഡിയോയിൽ അവരെ കൊണ്ട് കല്യാൺ സിൽക്സിൻ്റെ പരസ്യങ്ങളിലടക്കം അവരെ കൊണ്ടുവന്നിരുന്നു. അവസാനം ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മഞ്ജു വാര്യർ തന്നെ അവസാനം ശ്രീകുമാരമേനോനെതിരെ കേസ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ശ്രീകുമാരമേനോൻ്റെ ഉദ്ദേശം മഞ്ജു വാര്യരെ തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ളതാണ്. അതായത് ഇവർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മാനസികമായുള്ള ഇഷ്യൂകൾ ഉണ്ടാക്കി അവരുടെ സെൻസിറ്റീവായിട്ടുള്ള മനസ്സുള്ള
ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന മഞ്ജു വാര്യരുടെ മനസ്സിലേക്ക് വിഷബീജം കുത്തിവെച്ച് തമ്മിലടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ശ്രീകുമാര മേനോൻ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ശ്രീകുമാര മേനോൻ വില്ലനായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ശ്രീകുമാര മേനോൻ മഞ്ജു വാര്യരെ ഉപയോഗിച്ച് ഈ ഇങ്ങനെയെല്ലാം കഥകൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യർക്കും അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒരു കാര്യം അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ അതിജീവിതയോടൊപ്പമാണ്. അതൊരു സ്ട്രോങ് നിലപാടാണ്. മഞ്ജു വാര്യരുടെ ആ നിലപാടിനെ നമ്മൾ അംഗീകരിക്കാൻ വേണം. കോടതിയിൽ നിന്ന് ഉദ്ദേശിച്ച പോലെ ദിലീപിനെതിരെ നടപടികൾക്കൊന്നും വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം ദിലീപ് ഇതിനകത്ത് രക്ഷപ്പെട്ടു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കട്ടെ. മഞ്ജു വാര്യർ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ഇരയോടൊപ്പമാണ്. അത് സ്ട്രോങ് നിലപാടായി നമുക്ക് കാണാം. മഞ്ജു വാര്യർക്ക് നമുക്ക് ഈ സമയത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാം. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കണ്ടുപിടിക്കണ്ടേ? തുടരന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ അന്വേഷണം നടന്നാൽ ചിലപ്പോൾ ദിലീപിന് പകരം പ്രതിയാക്കപ്പെടുന്നത് മറ്റൊരു സംവിധായകനും നടനുമായിരിക്കുമെന്നുള്ള വിവരം, ചിലപ്പോൾ നടനും അല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്.